വെൽക്കം ബാക്ക് കേസ്. അപ്പോൾ നമ്മൾ നേരത്തെ മാസ്കിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നും അതുപോലെ മാസ്ക് ഇല്ല, ഇവനെ തപ്പി ഇറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല കേസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മാസ്കിനെ കൂടെ കൂട്ടാന്നോർത്ത് വന്നതായിരുന്നു കേസ്. ഇവിടെ ഇതാ അതുപോലെ അവൻ കഥകും തുറന്നിട്ടിട്ട് പോയേക്കുവാണ്. ഇതിൻ്റെ അകത്തൊന്നും അവനെ കാണുന്നൊന്നുമില്ല. നമുക്ക് എന്തായാലും കേസ് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ്, നമ്മൾ ഇന്ന് ക്രൂസറിനെ ഒരു ഡ്രിഫ്റ്റർ ആക്കാൻ പോവാ. അല്ല ക്രൂസറെ, അങ്ങനെയൊക്കെയാ പറയുന്നത്. എന്താവോ എന്തോ. അതിനാടാ നിനക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തേ? അണ്ണാ, എനിക്ക് ഈ ഡ്രിഫ്റ്റിങ്ങിന്റെ ഒരു ABCD പോലും അറിയത്തില്ല. പിന്നെ തന്നെ വന്നിട്ട് ഡ്രിഫ്റ്റ് പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ പറഞ്ഞ എന്നാ ചെയ്യാനാണോ? നമുക്ക് നോക്കാം, സെറ്റാകുമായിരിക്കും. എന്ത് നീ ഡ്രിഫ്റ്റ് പഠിച്ചിട്ടേ തിരിച്ച് വീട്ടിലോട്ട് പോവുള്ളൂ, അല്ലാതെ ഇതിനെ വിടുന്നില്ല. അണ്ണാ, അങ്ങനെയൊന്നും പറയല്ലേ. നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് സെറ്റാക്കി പോരെ. ഇന്ന് തന്നെ പഠിക്കണം. നിന്നെ മാക്സിമം ഇന്നുകൊണ്ട് തന്നെ പഠിപ്പിക്കാൻ നോക്കൂടാ. അതിന് മുമ്പ് കേസ് ഞാനൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഈ അടുത്ത് റിവീലായ കേസ് നമ്മുടെ ഡ്രാഗൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ റിവീലിനൊന്നും പോകാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതേണ്ട ഇതിവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വർക്ക് നോക്കുവാണെങ്കിൽ ഒരു ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. അതിനകത്ത് യെല്ലോ ഗ്രാഫിക്സ് എല്ലാം അടിച്ചേക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടായാലും വെക്കാം കേസ്. ഇവിടെ നല്ല വെട്ടം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഗ്ലോസി ബ്ലാക്ക് ഒന്നും അല്ല കേട്ടോ, നമ്മുടെ ഒരു മാറ്റ് ഫിനിഷിനാണ് പെയിൻറ്റ് അടിച്ചേക്കണേ. ഇതിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഒരു DRL എല്ലാം കൊടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളർ DRL ഒക്കെ. പിന്നെ ഗ്ലാസ്സിലൊന്നും വേറെ നെയിമും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. ഈ സിപ്പർ സൈഡിലെ ഗ്രാഫിക്സ് തന്നെയാണ് വരുന്നത്. എന്തായാലും വണ്ടി എങ്ങനെയുണ്ട് കേസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കേസ്. എന്തായാലും കൊള്ളാൻ നൈസായിട്ടുണ്ട്. ഇവിടെ സൈഡിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, യെല്ലോ ബി എന്നാണ് തോന്നുന്നു കേസ്. അങ്ങനെ തന്നെയാണ് തോന്നുന്നു കേസ്. പിന്നെ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ശരിക്കും എന്താണെന്ന് തിരിയുന്നില്ല കേസ്. ഒരു ഡിസൈനിൽ എഴുതിയ പേരായതുകൊണ്ട് കറക്റ്റ് വായിക്കാൻ കിട്ടുന്നില്ല. പിന്നെ ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ആക്കുവാണെങ്കിൽ സെറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ ഏതോ ആനിമേഷൻ പിടിച്ചടിച്ചിട്ടുണ്ട് കേസ്. ഏത് ആനിമേഷനാണെന്ന് നോക്കട്ടെ. ഓ, അത് കൊള്ളായിരുന്നില്ല അണ്ണാ. വേറെ കുറച്ച് ആനിമേഷനും കൂടെ ഉണ്ട് എടുത്തേ. നമ്മളിവിടെ ആനിമേഷൻ വിട്ട് നിൽക്കാനല്ല വന്നത്. ഓ, അണ്ണാ ഇത് പറഞ്ഞില്ലല്ലേ, വിചാരിച്ചണ്ണം പറഞ്ഞോളൂ. ഈ വണ്ടിയുടെ റിവ്യൂ ഒക്കെ എടുക്കുന്നുണ്ടപ്പം. ഇതിന്റെ റിവ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് വരുന്നുണ്ട്, നീ അവിടെ തന്നെ നിൽക്ക്. അണ്ണൻ ഇന്ന് എന്നെയും കൊണ്ടേ പോവുള്ളല്ലേ? അങ്ങനെ പറയാം. അപ്പോൾ ഗൈസ് ഈ വണ്ടിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. രണ്ട് സൈഡ് ഒരുപോലെ തന്നെയാണ്. പിന്നെ വീലും ബ്ലാക്കിലാട്ടോ മച്ചൻ ചെയ്തേക്കണേ, വേറെ വർക്കൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ എങ്ങനെ ക്രൂസറെ നമുക്കൊന്ന് പോയാലോ? അണ്ണാ, ഞാനേ ഡ്രിഫ്റ്റ് ഒന്നും അടിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അണ്ണൻ്റെ കാറൊക്കെ എടുത്ത് ഡ്രിഫ്റ്റ് അടിക്കുവാണെങ്കിൽ അത് അവിടെ ഇടിച്ച് ചെയ്യും, മൊത്തം പണിയാവും. അങ്ങനെ എന്തെങ്കിലും പണി വന്നാൽ ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം, നീ അതൊന്നും നോക്കണ്ട. ഓ, അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഡ്രിഫ്റ്റ് പഠിക്കണല്ലേ? നിന്നെ ഇന്ന് എന്തായാലും പഠിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. പോയിട്ട് കാർ എടുക്കട്ടെ, നീ വാ. കേസ് ക്രൂസർ നൈസായിട്ട് കേസ് ഒഴിവായി പോകാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും ഇന്ന് ഇവർ വിടുന്നില്ല. ഇന്ന് എൻ്റെ ഡ്രിഫ്റ്റ് പഠിപ്പിച്ചിട്ടേ കേസ് വേറെ കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണാൻ ലൈക്ക് അടിച്ചിട്ട് കേസ് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. പിന്നെ എൻ്റെ ഈ കാറിൻ്റെ കളർ ഞാൻ മാറ്റിയാട്ടോ, ഇത് 3ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു മാറ്റുന്നത്. ആദ്യം ഒരു ബ്ലാക്ക് ആയിരുന്നു, പിന്നെ ഒരു സിൽവർ ആക്കി കേസ്. ഇപ്പോൾ വേണ്ട ഈ കാണുന്ന ലുക്കിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാറ്റും കേസ്, അധികം നാളൊന്നും ഉണ്ടാവില്ല ഇതൊന്നും. ക്രൂസർ കയറിയില്ല വണ്ടിയില്ലേ? അതിനകത്ത് തിരിപ്പുണ്ട്. ഡ്രാഗൻ ബ്രോ വരുന്നതിൻ്റെ വണ്ടി എടുത്ത് വന്നു, നമ്മൾ ആ ഹോസ്പിറ്റലിന് അവിടെ കാണും. പിന്നെ ഈ ഞാനാണെങ്കിൽ ഈ കാർ എടുത്ത് ഇങ്ങനെ ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ട് കുറച്ചായി കേട്ടോ. മൊത്തത്തിൽ എൻ്റെ അടുത്ത് നിന്ന് പോയിരിക്കുമായിരിക്കും കൺട്രോളൊക്കെ. ജസ്റ്റ് നമുക്കൊന്നും കൂടെ സെറ്റായി വരണോ ഇനി? ആണോ? എന്നാ പിന്നെ അണ്ണ പ്രാക്ടീസ് ആക്കി, ഞാനത് കണ്ടോണ്ടിരിക്കാം. അതിൻ്റെ ആവശ്യമില്ലടാ, നീ പഠിച്ചിട്ട് മതി എൻ്റെ പ്രാക്ടീസൊക്കെ. സമ്മതിക്കൂല അല്ലേ? നിന്നെ എന്തായാലും ഒന്നും പഠിപ്പിക്കാതെ കൊടുത്ത് പ്രഷറും ഇല്ല ക്രൂസറെ. ഗൈസ് എൻ്റെ കൺട്രോൾ മൊത്തം പോയിരിക്കും കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇതൊന്ന് വളയ്ക്കാൻ പറ്റുമോ നോക്കാൻ നൈസായിട്ട്. ചിലപ്പോൾ കിട്ടും. അത്യാവശ്യം കിട്ടി കേസ്. പക്ഷേ ഈ കാറിന് എന്തോ സീനുണ്ട്, അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഒരു സൈഡിലോട്ടൊരു സൈഡ് വലി ഉള്ള പോലെ. അങ്ങനെയാണെങ്കിൽ അണ്ണാ നമുക്ക് പഠിക്കണോ? കാറൊന്ന് റിപ്പയർ എല്ലാം ആക്കിയിട്ട് പതുക്കെ പഠിച്ചാൽ പോരെ? എടാ, നിനക്ക് പഠിക്കണം എന്നൊരു ഇതില്ലെങ്കിൽ നീ പഠിക്കൂല കേട്ടോ കേസ്. ഇതാ കാർ ഇതാ കൺട്രോൾ കിട്ടാതെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ കേസ് എന്തോ കുഴപ്പമുണ്ട്. മിക്കവാറും ഞാൻ കുറേ നാൾ കൂടി എടുക്കുന്നതിൻ്റെ സീനായിരിക്കും. ഇതിനൊന്ന് ഓടിച്ച് കേസ് നമ്മുടെ കയ്യിൽ നിന്ന് സെറ്റായി വരണം. ഇപ്പോൾ കുറേ നാൾ കൂടി എടുക്കുന്നതുകൊണ്ട് കേസ് കൺട്രോൾ കിട്ടുന്നില്ല. ഞാൻ പണ്ട് കേസ് കുറച്ച് സെറ്റായി വന്നതായിരുന്നു, ഇപ്പം മൊത്തം പോയിട്ടുണ്ട്. ഇടയ്ക്കൊന്നും എടുത്ത് ഓടിച്ചാൽ മതിയായിരുന്നു ഇതൊക്കെ. അണ്ണാ, ഈ കാറിന് എത്രയാണ് HP ഒക്കെ വരുന്നത്? ഇത് 1700 സംതിങ് അത്ര എന്തോ ആയിരുന്നു വരുന്നത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. എന്തായാലും 1700 അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നും, 1700 HP ഒക്കെയോ? ഇത് വെച്ചാണ് ഞാൻ ഡ്രിഫ്റ്റ് പഠിക്കുന്നത്. നിന്നെ ഏതെങ്കിലും അതെല്ലാം ഉണ്ടായി കാണും കേട്ടോ. എടാ, പവർ കുറഞ്ഞ വണ്ടിക്കകത്ത് അങ്ങനെ പഠിക്കാൻ പറ്റൂലടാ, അത് ഡ്രിഫ്റ്റ് ആവൂല. അവിടെ ഞാൻ ഇതെടുത്തോണ്ട് വന്നേ. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യണേ. അണ്ണൻ്റെ വീഡിയോയിൽ എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിന് അവിടെ ഇട്ടിട്ട്. അവിടെ നിന്നാണ് അവിടെ നിന്ന് ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ നിന്നാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സെറ്റായിട്ട് പഠിക്കാൻ തോന്നുന്നു. അവിടെ നിന്ന് വേറെ വണ്ടിയൊന്നും വരില്ല. ഈ റോട്ടിലിട്ട് തന്നെ പഠിപ്പിക്കാൻ നോക്കി ഏതെങ്കിലും വണ്ടികൾക്ക് നീ എന്നിട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ക്രൂസറെ വലിയ പണിയാണ്. അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ഡ്രിഫ്റ്റ് പഠിക്കേണ്ടെന്ന് പറഞ്ഞത്. നിനക്ക് ഇപ്പോഴും പഠിക്കണം എന്നൊരു ഇതും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നീ പഠിച്ചിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ. നീ പഠിക്കുകയൊന്നും ഇല്ല, വെറുതെ പഠിപ്പിക്കുന്ന പോലെ ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ കിട്ടുന്നില്ല കേട്ടോ. കാറ് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുവാണ് ഇപ്പോൾ. എന്തായാലും നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഈ നേരെ ഫ്രണ്ടിൽ കാണുന്ന അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ. അവിടെ നേരെ ഇറങ്ങിയിട്ട് ക്രൂസറിന് കാർ കൊടുക്കാം. ക്രൂസർ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്ര പെട്ടെന്ന് സ്ഥലം എത്തിയോ? തീരുമാനമാവൂല ഇനി എൻ്റെ കാര്യം. നിന്റെ മാത്രമല്ല, എന്നെ പഠിപ്പിക്കുവാണെങ്കിൽ സൈഡിൽ ഞാനും ഇരിപ്പുണ്ടോ, എന്നെ കൂടെ കൊല്ലല്ലേ? ഓ, എന്നാ കുഴപ്പമില്ല. ഞാനോട് തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നീ ഡ്രിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞ അണ്ണൻ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ പഠിപ്പിക്കുന്ന ആവില്ലോടാ. നിന്റെ ശരിക്കും പഠിപ്പിക്കാൻ പോയിട്ട്. അപ്പോൾ സെറ്റല്ലേ? സെറ്റാണ്. ഞാനെന്നാ വണ്ടിയിലോട്ട് അങ്ങ് കയറട്ടെ. നീ കയറിക്കോ. നമ്മുടെ ഡ്രാഗൻ ബ്രോ ഇവിടെ ഒന്ന് ചോദിക്കോ കേട്ടോ, എൻ്റെ ഡ്രിഫ്റ്റ് അല്ല. ഞാൻ ഇവിടെ ഒന്ന് നോക്കട്ടെ, ഒരുത്തൻ ശരിക്കും ഡ്രിഫ്റ്റ് പഠിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എന്നാ ഇന്ന് കാണാൻ പോവാ. ക്രൂസറെ വണ്ടി എടുക്ക്. അണ്ണാ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ എടുക്കണ വണ്ടി. ഇനിയൊന്നും ആലോചിക്കാനൊന്നുമില്ല, നീ നേരെ വണ്ടി എടുത്തേ. കേസ് ഇപ്പോൾ ക്രൂസറിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ട്രാക്ക് കാണിച്ചു കൊടുക്കാം. ശരിക്കും ട്രാക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പഠിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഇട്ടങ്ങ് പഠിച്ചാൽ മതി.
എന്നാലും നമുക്ക് വെറുതെ ഒന്ന് ട്രാക്ക് കാണിച്ചു കൊടുക്കും കേസ് എവിടെ ഇട്ട്. ക്രൂസർ ഇവനെ നീ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 3rd ഗിയറിലൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു 2nd ഇട്ടാൽ മതി. ഞാനിപ്പോൾ 4th ഇട്ടിട്ടാണ് പോകുന്നത്, എടുത്ത് 4th തുടരല്ലേ ആദ്യം. ഫസ്റ്റ് ഇയർ വല്ലതും പഠിക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഗിയറിൽ പഠിക്കാൻ നീ എന്നാടാ വണ്ടി ഓടിക്കാനാണോ പഠിക്കുന്നത്? പറ്റൂലേ? ഈ ട്രാക്ക് എങ്ങോട്ട് ഈ പോണത്? ഇവിടെ നിർത്തണം വന്നിട്ട്. എടാ ഇവിടെ വന്ന് നിർത്തിയാണോ ഇത്? എൻ്റെ കൺട്രോൾ പോയിട്ട് അങ്ങോട്ട് പോയി കയറിയതല്ലേ. അതാണ് ഞാൻ പറഞ്ഞ അണ്ണൻ പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട്, അണ്ണൻ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങോട്ട്. നീ ഇപ്പം അങ്ങനെ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണ്ട. പിന്നെ അതിലെ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലേ കയറിയിട്ട് ഇപ്പുറത്തോട്ട് തിരിയാട്ടെ, ആ പുള്ളിസിൻ്റെ ബൈക്കിൽ കൂടെ അപ്പുറത്തോട്ടങ്ങ് പോയാൽ മതി. കാറിനാ ഇതിൽ കൺട്രോളും കിട്ടാതായല്ലോ. പണ്ട് ഇതിങ്ങനെ അല്ലായിരുന്നല്ലോ. ഇതിപ്പോൾ ഇവനെ പഠിപ്പിക്കാൻ വന്നിട്ട് ഞാൻ പഠിക്കേണ്ട അവസ്ഥയായി. ഏതായാലും ഒന്നുകൂടെ നോക്കട്ടെ. ഇവിടുന്ന് നീ വന്നിട്ട് ഇപ്പുറത്തോട്ട് എടുക്കുക, എന്നിട്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകണ്ട. അങ്ങോട്ടൊക്കെ നീ പോകേണ്ട ആൾക്കാരെ ഇതിലേ കൂടെ ഇങ്ങനെ പോയാൽ മതി. ഇത് കാണുമ്പോൾ എന്നാ സിമ്പിളാ. ഞാനെന്നാ വണ്ടി ഓടിക്കട്ടെ. ഇപ്പം നിനക്ക് അവിടെ നിന്ന് കോൺഫിഡൻസ് കയറി വന്നത് ഇത്ര നേരം വണ്ടി ഓടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഇത്ര സിമ്പിളാണെന്ന്. ഇതന്നെയാണ് പമ്പരം പോലെ കറങ്ങുന്നത്. അത് ഈ ഡ്രിഫ്റ്റിൻ്റെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എനിക്കിപ്പോൾ പറ്റുന്നില്ല കേട്ടോ, നീ തന്നെ പഠിച്ചോ, ഞാൻ പിന്നെ പഠിച്ചോളാം. ഇതിപ്പോൾ വല്ലാത്ത അവസ്ഥയായിപ്പോയില്ലേ ഈ വണ്ടിയും കൊണ്ട് ഞാൻ എങ്ങനെ പോയിക്കൊണ്ടിരുന്നേ. ഓടിക്കാനും പറ്റുന്നില്ല വഴിയായി. ഞാൻ എന്തായാലും നമ്മൾ വണ്ടി എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെച്ച് തരാം, അവിടെ നിന്ന് നീ അങ്ങ് എടുത്തോ. ഓ ഇനിയാണ് എൻ്റെ ഷോ. ആ നിന്റെ ഷോ കാണാൻ വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ. നിന്റെ ഷോ എന്ന് കാണണം എനിക്ക്. അണ്ണൻ തന്നെ ഒരു 10 വട്ടമൊക്കെ പിടിച്ചെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും ഇടിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. അത് നീ ആലോചിക്കാനൊന്നും ഇല്ലടാ, അതെന്തായാലും ഉറപ്പാണ്. എനിക്ക് മനസ്സിലായി. ഇനിയിപ്പം ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ വണ്ടി. ഇതിപ്പോൾ എത്ര 3rd ഗിയറിലല്ലേ ഇടാൻ പറഞ്ഞത്? ആ 3rd ഗിയറിൽ ഫസ്റ്റ് നീ ഇതെടുത്തിട്ട് AWDയിൽ ഇടണം കേട്ടോ വണ്ടി, നല്ല കാര്യമുള്ളൂ. AWDയിൽ ഇട്ടിട്ട് ഒരു 3rd ഗിയർ ഇടുക. പിന്നെ നീ ആരോ ഇട്ടോ, സ്റ്റിയറിംഗ് ആണെങ്കിൽ സ്റ്റിയറിംഗ് മാറ്റിയിട്ട് ആരോ ആക്കിയോ. ഓ ഇത്രേ ഉള്ളോ? വേറെ എന്തെങ്കിലും? വേറെ മറ്റേ ട്രാക്ഷൻ കൺട്രോൾ ABS എല്ലാം ഓഫ് ആക്കി കേട്ടോ. ഓക്കെ സെറ്റ്. ഇപ്പം ഞാനൊന്ന് വണ്ടി എടുത്ത് നോക്കട്ടെ എന്താവോ എന്തോ. ഇതന്നെയാടാ വണ്ടിയുടെ സൗണ്ടൊന്നും കേൾക്കാത്ത. ഈ ബഗ് കേസ് എപ്പോൾ തുടങ്ങിയതാണെന്ന് എനിക്ക് പിടിയുമില്ല. ഇതന്നെ അവൻ ഡ്രിഫ്റ്റ് അടിക്കുന്നില്ലേ? അണ്ണ ഇത് ഡ്രിഫ്റ്റ് ആവുന്നില്ലല്ലോ. ഇതെങ്ങനെയാണ് ഡ്രിഫ്റ്റ് ആകുന്നത്? നീ പറഞ്ഞ കാര്യമെല്ലാം ചെയ്തോ? ഓ അണ്ണൻ പറഞ്ഞ സംഭവം എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഡ്രിഫ്റ്റ് ആവുന്നില്ല. ഇതെങ്ങനെ വളവിന്ന് ഡ്രിഫ്റ്റ് ആവുന്നേ? ഈ ഒരു വളവും കൂടെ എടുത്ത് നോക്കട്ടെ. ഇതെന്തിനാ നീ ഇവിടെ തിരിക്കുന്നത്? അണ്ണാ ഞാൻ തിരിക്കുന്നതൊന്നുമല്ല, ആക്സിലേറ്റർ കൊടുത്ത് വെറുതെ വളയ്ക്കുമ്പോൾ തന്നെ വണ്ടി കറങ്ങിപ്പോയത്. ഇത് വളവിന്ന് കറക്കി എടുക്കാനും പറ്റുന്നില്ല. ആ ഒന്ന് കറങ്ങി. എടാ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇടാറുണ്ട് ഈ വളവ് വളയ്ക്കുമ്പോൾ? ഞാൻ ഹാൻഡ് ബ്രേക്ക് ഒന്നും ഇടുന്നില്ല, ഞാൻ വെറുതെ അങ്ങ് തിരിക്കുക. വെറുതെ അല്ല ഡ്രിഫ്റ്റ് ആവാത്ത, അങ്ങോട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് തിരിക്കുക. കേസ് അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവൻ ഇപ്പോൾ സെറ്റായി വരുന്നുണ്ട്. ഈ വളവൊന്ന് എടുത്ത് കാണിച്ചു നീ. ഈ വളവ് അണ്ണാ ഇത് തന്നെ കറങ്ങി വരാത്തത് അങ്ങോട്ട്. നിനക്ക് ഞാൻ ഇവിടെ നോക്കട്ടെ. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് കറക്കി. അണ്ണാ അങ്ങോട്ട് കറങ്ങുന്നില്ല വണ്ടി. അയ്യോ ഇപ്പോൾ കറങ്ങി. എടാ നീ വളവേന്ന് വളയ്ക്കടാ, നീ വളവ് കഴിഞ്ഞിട്ടാണോ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത്? അണ്ണാ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതാ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വേറെ എങ്ങോട്ടൊക്കെയോ പോകുന്നത്. കേസ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് റെക്കോർഡ് ഓണാക്കാൻ തോന്നും. പ്രാക്ടീസ് ചെയ്തൊന്ന് സെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വെറുതെ കാണിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വെറുതെ ബോറടിക്കും. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കാണാം. 2000 years later. കേസ് അപ്പോൾ ഒരു അരമണിക്കൂറിന് എടുത്തായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ നോക്കിയോ. ഞാൻ നോക്കിയിട്ട് കേസ് ഇപ്പം ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. അവൻ ആദ്യം ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിക്കുന്നില്ലായിരുന്നു, വെറുതെ ഓടിച്ച് കളിക്കുമായിരുന്നു. ഇപ്പോൾ ഡ്രിഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇതെങ്ങോട്ടേക്ക് ഇവൻ പോകുന്നേ? അവനോട് 3rd ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവൻ എനിക്ക് തോന്നുന്നത് ഫുൾ ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഇത്രയും സ്പീഡിൽ പോകുന്നത്. കേസ് അപ്പോൾ ഡ്രിഫ്റ്റ് ഒന്നും പഠിക്കുമ്പോൾ കേസ് ഇത്രയും സ്പീഡിലൊന്നും പഠിക്കില്ല കേട്ടോ. എന്തായാലും പഠിക്കൂല നിങ്ങൾ നോക്കി. ഇവൻ ഒടുക്കത്തെ സ്പീഡിലാണ് ഈ പോണേ. ഇത് ഇപ്പോഴൊന്നും സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. കേസ് 2-3 ദിവസമെങ്കിലും എടുക്കേണ്ടി വരും. ചെക്കൻ ഇപ്പോൾ ഡ്രിഫ്റ്റ് അടിച്ച് കേസ് ആ റോഡിൻ്റെ പുറത്തുകൂടെയൊക്കെ പോകുന്നത്. അവൻ അങ്ങോട്ട് പോകുന്ന സ്പീഡ് നോക്ക്. ആ ഒരു വളവ് കേസ് അവൻ സെറ്റായിട്ട് എടുക്കുവാണെങ്കിൽ പഠിച്ച് കാണും. ഇതാ ഇപ്പോൾ സെറ്റായിട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് നേരെ ആക്കുവാണെങ്കിൽ പഠിച്ച് കേസ്. അവൻ അത്ര സ്പീഡിൽ വരുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. ഏതാണ്ട് അവിടെ വന്ന് ഇടിച്ചിട്ടുണ്ട്. ഏതാണ്ട് പിന്നെയും പോകുന്നത് കേസ്. ഇവൻ ഒടുക്കത്തെ സ്പീഡിലാണ് പോകുന്നത് കേസ്. അതാണ് ഇപ്പോഴും കുഴപ്പമുള്ളൂ. എങ്ങോട്ടേക്ക് ഇവൻ പോണേ? ഇവൻ പിന്നെ അകത്തോട്ട് പോകാനുള്ള പ്ലാനാണ് തോന്നുന്നത് കേസ്. ഏതാണ്ട് പോയിട്ടുണ്ട്. ഇവൻ ഒരുമാതിരി റോക്കറ്റ് പോകുന്ന പോലെയാണല്ലോ കേസ് പോണേ. ഒരു പുക മാത്രം കാണാം. അവൻ്റെ കൂടെ കയറി കാറിൽ എഴുന്നിട്ടുണ്ട് കേസ്. എന്താ കാണിക്കുന്നത് നോക്കട്ടെ. നീ എന്നാടാ ക്രൂസറെ കാണിക്കുന്നത്? പറക്കുവാണോ? അണ്ണ ഇത് മെല്ലെ ഡ്രിഫ്റ്റ് അടിക്കാന്ന് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇത്ര സ്പീഡിൽ വരുവാണെങ്കിൽ ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ നിന്റെ പ്രാക്ടീസ് ഇത്ര മതി. നിന്നെ പഠിപ്പിച്ചെടുക്കൽ കുറച്ച് ടാസ്ക് ആണ്. ഇല്ലാണ്ണ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ചും കൂടെ ഡ്രിഫ്റ്റ് ഒക്കെ അടിച്ചിട്ട് വരാം. അണ്ണ അവിടെ നിന്ന് വന്നാ. എന്നാൽ നീ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗീസ്. അപ്പുറത്തെ ഡ്രാഗൺ ഉണ്ടെന്ന് തോന്നുന്നു, അവൻ്റെ അടുത്തോട്ട് അങ്ങനെ പോവാം. നീ എവിടെ പോയതാടാ? കണ്ടില്ലല്ലോ ഇവിടെ. ഞാൻ അപ്പുറം വരെ ഒന്ന് പോയതാ, കാറൊന്ന് സർവീസ് ചെയ്യാനുണ്ടായിരുന്നു. ഇവനോട് കൊടുക്കുന്ന ഡ്രിഫ്റ്റ് അടിയാണല്ലോ, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ. പഠിച്ചോ അവൻ? അവൻ കുറച്ച് പഠിച്ച് വരുന്നുണ്ട്, പക്ഷെ അവൻ കുറച്ച് സ്പീഡിലാവണം. അവന് മെല്ലെ ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത്. അത് കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവുമായിരിക്കും. ഓ ഞാൻ കണ്ടായിരുന്നു എന്നാ സ്പീഡിൽ അവൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നേ. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയുന്നത്, അല്ലെങ്കിൽ എൻ്റെ കാർ പോലും കാണൂല. പിന്നെ അത് ശരി, ഞാനിത് ജസ്റ്റ് അത് ഓടിച്ച് നോക്കട്ടെ. ഇത് ഞാൻ ഓടിച്ച് നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. കേസ് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ പറ്റൂല, അത് സ്വാഭാവികം. എന്തായാലും ഒന്ന് ഉരുട്ടി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നമുക്കൊന്ന് അവിടെ വരെ പോവാം. ഈ ക്രൂസർ അങ്ങോട്ട് കാർ സർവീസ് ആക്കാൻ അങ്ങനെ പോയിട്ടുണ്ട്. ആ വഴി ഒന്ന് പോയി നോക്കിയാൽ അങ്ങനെ ഉണ്ടെന്ന്. ഇത് ഓടിക്കാൻ കഴിച്ച് നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് ഹൈറ്റിലാണ് നമ്മളിരിക്കണേ. പെട്ടെന്ന് ആ കാറിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് ശരിക്കും ചെയ്യുന്നുണ്ട്. ഇതേ അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവൻ അവിടെ കടന്ന് കളിച്ച് അതിൻ്റെ എഞ്ചിൻ ഡാമേജ് ആയിരുന്നു. അപ്പോൾ എഞ്ചിനൊക്കെ റിപ്പയർ ആക്കിയിട്ട് പോകുന്ന വഴിയാണത്. നമുക്ക് എന്തായാലും കേസ് ഇതിലേ കൂടെ ഒക്കെ വെറുതെ ഈ വണ്ടി എടുത്ത് ഇങ്ങനെ നടക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലൊരു പാറ കാണുന്നുണ്ട്. ഇതെനിക്ക് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാലോ. ഇതുകൊണ്ട് കയറി പോകുമോയെന്നൊന്നും അറിയില്ല, ജസ്റ്റ് നോക്കാം. കയറി പോയല്ലോ ഇത് സുഖമായിട്ട്.
അല്ല ഇത് ഇതിലേ പോണത് ഞാനും വിചാരിച്ച കേസ് ഇതിലേ കൂടെ ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് കയറിപ്പോയെന്ന്. ഇതെന്തോ ഗ്ലിച്ച് അടിച്ച പോലത്തെ സ്ഥലം കേസ്. ഇതിൻ്റെ മേളിൽ കൂടെ വെറുതെ നമ്മളിങ്ങനെ പോവാണ്, അല്ലാതെ താഴെ ടച്ച് ചെയ്യുന്നൊന്നുമില്ല. എന്തായാലും ഇവിടെ നിന്ന് മെല്ലെ നമുക്ക് താഴോട്ട് ഇറക്കാം. ഇത് എവിടെയും കുടുങ്ങുമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ആ പാറയുടെ പൊക്കത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. പാറയ്ക്കകത്ത് ടച്ച് ചെയ്യുന്നില്ല കേസ്, അതുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ പൊക്കോളും. എന്തായാലും ഇനി തിരിച്ച് ക്രൂസറിൻ്റെ അടുത്തോട്ട് പോവാം കേസ്. ഞാൻ അവിടെ വന്ന് നോക്കുമ്പോൾ ക്രൂസറിൻ്റെ പ്രാക്ടീസ് ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. എന്തായാലും ഞാൻ നേരെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഇത്ര മതി ക്രൂസറെ. അന്ന സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഡ്രിഫ്റ്റ് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞ് അങ്ങ് പഠിച്ചാനേ. നമുക്ക് നൈറ്റ് വരെ ഒന്ന് പഠിച്ചാലോ? തൽക്കാലം ഇന്ന് ഇത്രയും മതി. ഇനി നിനക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ അങ്ങനെ വരാം. ഇപ്പോൾ ജസ്റ്റ് കേസ് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ഥലമുണ്ടല്ലോ, അവിടെ വരെ ഒന്ന് പോവാം. ഞാൻ ആലോചിക്കണം ഈ ഇവനെ പഠിപ്പിക്കാൻ വന്നിട്ട് ഇപ്പോൾ എൻ്റെ ഉള്ള കൺട്രോളും കൂടെ പോയെന്നാൽ എനിക്കിപ്പോൾ ഇത് ഓടിക്കാനും പറ്റുന്നില്ല. ഇതിലൊരു റോഡ് ഉണ്ടായിരുന്നല്ലോ ഈ റോഡ് തന്നെ. ഇതിലെ കയറിയിട്ട് കേസ് നമ്മുടെ എപ്പോഴും പോണ ആ ഒരു സ്ഥലത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് കാറ് പാർക്ക് ചെയ്യാം. എന്നിട്ട് കേസ് ഇന്നത്തെ വീഡിയോ അങ്ങ് അതിൻ്റെ പാക്കാം. അപ്പോൾ ഇത്ര കൊള്ളായിരുന്നു കേസ് പരിപാടി. ക്രൂസറിനെ പഠിപ്പിക്കാൻ വന്നിട്ട് കേസ് ഞാൻ പഠിച്ചതും കൂടെ മറന്നുപോയി. അല്ല നമ്മൾ ഈ ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായ കൺട്രോളൊക്കെ പഠിച്ച് അങ്ങനെ പോകേണ്ടതാണ്. നമ്മളതൊന്ന് വണ്ടി എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ മറന്നു പോകും. അത് തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചേ. ഈ വണ്ടി എടുത്തിട്ട് കുറേ ആയില്ലേ, ഇപ്പോൾ എനിക്ക് വണ്ടി എടുത്തിട്ടൊന്നും കിട്ടുന്നുമില്ല. ഇവിടെ ഇല്ലായിരുന്നു നമ്മുടെ സ്ഥലം, കാണുന്നില്ലല്ലോ. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയാൽ മതിയെന്ന് തോന്നുന്നു. നമുക്ക് വഴി തെറ്റിയോ ഇനി? ഇല്ല കേസ്, ഈ മരമൊക്കെ അതിൻ്റെ അടുത്തുള്ള ഏതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇത് നേരെ വെള്ളത്തിൽ വരാനുള്ള പരിപാടിയാണ് കേസ്. അപ്പോൾ നമ്മുടെ കാർ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കേസ്, ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തായാലും അത് ക്രൂസർ ഇറങ്ങി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേസ് ഇത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേസ് ഇവിടെ വെച്ച് അതിൻ്റെ പാക്കുവാണ്. അപ്പോൾ അടുത്തൊരു കിള്ള വീഡിയോ ആയിട്ട് കാണാൻ കേസ് അതാ അവൻ കയറി വരുന്ന. അപ്പോൾ അതുവരേക്കും ബൈ.